ആദരണീയനായ അധ്യക്ഷൻ ശ്രീ രാജഗോപാൽ വാകത്താനം, പ്രിയപ്പെട്ട ശ്രീ സണ്ണി കബിക്കാട്, മറ്റ് കേരള യുക്തിവാദി സംഘത്തിൻ്റെ നേതാക്കളെ, പ്രവർത്തകരെ, വൈക്കത്തെ പ്രബുദ്ധരായ ബഹുജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. വൈക്കം പോരാട്ടത്തിൻ്റെ നേരും നുണയും എന്ന ഈ ബഹുജന സംവാദം, തുറന്ന സംവാദം ഇവിടെ സംഘടിപ്പിക്കുകയും നമ്മയൊക്കെ തന്നെ ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത കേരള യുക്തിവാദി സംഘത്തിന് എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ജാതി വിരുദ്ധ മതേതര ജനായത്ത പോരാട്ടത്തിൽ ഇവിടെ ശ്രീ രാജഗോപാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ പാലക്കാട്ട് അടക്കമുള്ള, കൽപ്പാത്തിയിൽ അടക്കമുള്ള സമരങ്ങളുടെ, പോരാട്ടങ്ങളുടെ 100ാം വാർഷികം അടക്കം ആചരിക്കുന്നതിനെക്കുറിച്ച് ആ ശക്തമായ പോരാട്ടം, ജാതിക്കെതിരായ മതേതരത്തിനും മാനവികതയ്ക്കും അതുപോലെ തന്നെ ജനാധിപത്യത്തിനും വേണ്ടിയുള്ള, പ്രാതിനിധ്യത്തിനു വേണ്ടിയുള്ള അവകാശ പോരാട്ടം, അത് ഏറ്റവും സജീവമാക്കേണ്ട ഒരു മുഹൂർത്തം കൂടിയാണ് എന്ന് ഞാനിവിടെ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വൈക്കം പോരാട്ടത്തിൻ്റെ കാതൽ, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം, 100 വർഷങ്ങളിലൂടെ നാം നമ്മുടെ വിവേചന ബോധത്തോടുകൂടി, ചരിത്രാനുഭവങ്ങളോടുകൂടി പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് പ്രാതിനിധ്യമാണ് ഒരു ആധുനിക ജനായത്ത നാഗരിക സമൂഹത്തിൻ്റെ ആധാരം. അതില്ലെങ്കിൽ ആ സമുദായം അല്ലെങ്കിൽ ആ സമൂഹം മുന്നോട്ട് പോവുകയില്ല എന്നുള്ളതാണ്. കാരണം അതാണ് ഇവിടെ ഗുരു തന്നെ വെളിപ്പെടുത്തിയ ഒരു വലിയ ലോകസത്യമാണ്. മനുഷ്യന് എവിടെ പ്രവേശനം നിഷേധിക്കുന്നു, മനുഷ്യൻ എന്ന നിലയിൽ എവിടെ പ്രവേശനം, പ്രാതിനിധ്യം നിരാകരിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ മനുഷ്യരെന്ന നിലയിൽ തന്നെ മനുഷ്യത്വത്തെ ഊന്നിക്കൊണ്ട് സമാധാനപരമായി, പരിപൂർണമായും അഹിംസാ മാർഗത്തിലൂടെ, പരമാവധി സമാധാന മാർഗത്തിലൂടെ കടന്നു കയറുക, പ്രവേശനവും പ്രാതിനിധ്യവും ഉറപ്പാക്കുക. മൂടി വച്ചിരിക്കുന്ന പാൽപായസം രാഷ്ട്രീയ അധികാരത്തിൻ്റെ രൂപകമാണ്. പ്രാതിനിധ്യ അവകാശത്തിൻ്റെ, മനുഷ്യാവകാശത്തിൻ്റെ പ്രാഥമികമായ മനുഷ്യാവകാശമായ സാമൂഹ്യ ജനായത്ത പ്രാതിനിധ്യം, രാഷ്ട്രീയ പ്രാതിനിധ്യം, അതിനെയാണ് ആ പാൽപായസം എന്ന രൂപത്തിലൂടെ ഗുരു 1924 പ്രഖ്യാപിച്ചത്. സി ഒ കേശവനുമായി നടത്തിയൊരു ഇൻ്റർവ്യൂവിലാണ്. പക്ഷെ അതേസമയം തന്നെ അതിനെ കലാപത്തിനുള്ള ആഹ്വാനമായി ഗാന്ധിജി അതിനെ ദുർവ്യാഖ്യാനം ചെയ്തു. ഗാന്ധിജിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. കാരണം അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഈ പറഞ്ഞ യങ്ങിന്ത്യയിലാണ് എഴുതിയത്. തീയന്മാരുടെ ആത്മീയ നേതാവായിട്ടുള്ള നാരായണ ഗുരു ഇങ്ങനെ പറയുന്നു, ഇത് ഇന്ന് അവിടെ കടന്നു കയറണം എന്ന് പറഞ്ഞാൽ നാളെ ഈ ക്ഷേത്രങ്ങളൊക്കെ ഇടിച്ചു നിരത്തുകയില്ല എന്ന് പറയാൻ കഴിയുമോ എന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ സംശയം ഉന്നയിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഈ പറഞ്ഞതുപോലെ ഇണ്ടംതുരുത്തിയിൽ പോയി പുറത്തു നിന്ന, അതും കഴിഞ്ഞ് തിരുവിതാംകൂറിൽ പോയിട്ട് നാഞ്ചിനാട്ടിൽ ചെന്ന് കന്യാകുമാരി അമ്പലത്തിൽ ചെന്നിട്ട് അവിടെ കൊടിമരത്തിന്റെ അപ്പുറത്ത് നിൽക്കട എന്ന് പറഞ്ഞപ്പോൾ അവിടെയും മാറി നിന്നുകൊണ്ട് എറിഞ്ഞുകൊടുത്ത പ്രസാദം വായുവിൽ നിന്ന് സ്വീകരിച്ച് തൊഴുതു മടങ്ങിപ്പോയ ഗാന്ധിജി, സഹോദരൻ അന്ന് എഴുതിയതാണല്ലോ ഗാന്ധി സന്ദേശം എന്ന കവിത. നായിലും നാണം കെട്ട് ചവിട്ടുന്ന ബ്രാഹ്മണ പാദം നക്കുന്ന ആഹന്ത ദയനീയം. വിശ്വവന്ദിതനായ ഗാന്ധി അദ്ദേഹത്തിന്റെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളെയൊക്കെ തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ആ ഭീകരത, ആ ഭീകരാങ്കല സിംഹത്തിനെ കുഞ്ചിരോമത്തിൽ പിടിച്ച് കുടഞ്ഞ ഗാന്ധി പോലും ഇതാ നിൽക്കുന്നു ജാതിയുടെയും ഈ പറയുന്ന സനാതനമെന്ന് വാഴ്ത്തപ്പെടുന്ന ആ വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെയും ആ ജാതിശാസനയ്ക്ക് മുമ്പിൽ ഇതാ ശിരസ്സു നമിച്ച് മിണ്ടാതെ തലകുനിച്ച് മടങ്ങിപ്പോകുന്നു എന്നാണ് സഹോദരൻ പറഞ്ഞത്. അപ്പൊ എന്തുമാത്രം ഭീകരമാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജാതിയുടെ, വർണ്ണാശ്രമത്തിന്റെ, ചാതുർവർണ്ണ്യത്തിന്റെ, ഈ ഹിന്ദുമതത്തിന്റെ ഭീകരത. അതിലപ്പുറം വേറൊരു ഭീകരതയുണ്ടോ എന്ന് നമ്മെ പഠിപ്പിച്ചത് ഗുരുവും സഹോദരനും ടി കെ മാധവനും ഒക്കെ തന്നെയാണ്. അപ്പൊ അത് ജാതിയെ സ്ഥാപിക്കുന്നു, ജാതിയെ വിധിക്കുന്നു, ജാതിയാൽ നിന്നിടുന്നു ജാതിതാൻ ഹിന്ദുമതം. ജാതിയെ അതിൽ നിന്ന് മാറ്റിയാൽ വർണ്ണാശ്രമ ധർമ്മം എന്ന് ഗ്ലോറിഫൈ ചെയ്യുന്ന ആ സനാതന ധർമ്മത്തെ, ആ വർണ്ണ സ്വരാജ്യത്തെ അല്ലെങ്കിൽ സ്വധർമ്മം എന്ന് അദ്ദേഹം പുസ്തകം എഴുതി കളഞ്ഞു. വർണ്ണാശ്രമ ധർമ്മത്തെ വാഴ്ത്തിക്കൊണ്ട് ഗാന്ധിജി സ്വധർമ്മം അല്ലെങ്കിൽ വർണ്ണാശ്രമ ധർമ്മം എന്ന് 36 പുസ്തകം എഴുതി. ബാബാ സാഹേബ് അവിടെ ഇരുന്നിട്ട് അനൈഹിലേഷൻ ഓഫ് ദ കാസ്റ്റിനെ കുറിച്ച് അത് ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇദ്ദേഹം
36 ഇത് എഴുതി അങ്ങ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. 25 വന്ന് ഗുരുവിനെ നേരിട്ട് വർക്കലയിൽ പോയി കുന്നുകയറി കണ്ടയാളാണ് ഗാന്ധിജി. അടവത്ത് ഗുരു പറഞ്ഞത് മറ്റൊന്നുമല്ല, ഈ ഗാന്ധിജി ഇതാ മരത്തേക്ക് നോക്കൂ, ആ തേന്മാവിനെ നോക്കൂ, ശാരദാ മഠത്തിനടുത്ത് നിൽക്കുന്ന തേന്മാവ്, അതിന്റെ ഇലകൾ വളരെ വിവിധ സ്വഭാവത്തിലുള്ളതാണ്. ഗാന്ധിജി ഈ വർണ്ണാശ്രമത്തെ ന്യായീകരിക്കുകയായിരുന്നു. നോക്കൂ, ഈ ഇലകളെല്ലാം വ്യത്യസ്തമല്ലേ, പ്രകൃതിയിലെല്ലാം വ്യത്യസ്ത രൂപികളല്ലേ, അതുപോലെ വിവിധ വർണ്ണജാതികൾ ഉണ്ടല്ലോ, അത് സ്വാഭാവികമല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഗുരു ഒരൊറ്റ ഉദാഹരണം, അതേ ഉദാഹരണം എടുത്തു. ആ തേന്മാവിന്റെ തന്നെ ഇലകൾ എടുക്കൂ, ഇലകൾ പുറമേ നോക്കുമ്പോൾ വൈവിധ്യപൂർണമായ വിവിധ രൂപത്തിലാണ്, പക്ഷെ അതിന്റെ എല്ലാം സത്ത, അതിന്റെ എല്ലാം ജാറെഴുത്ത് പിഴിഞ്ഞു നോക്കൂ, അതൊന്ന് നാവിൽ തൊട്ടു നോക്കൂ, അതിന്റെ സത്ത ഒന്നാണ്. അത് മാവിന്റെ രസം എന്താണെന്ന് വെച്ചാൽ പുളിയാണോ ചവർപ്പാണോ, അതാണ് മാവിന്റെ രസം. ഈ മാങ്ങയുടെ രസപടം എടുക്കാമോ എന്നൊരു ഫോട്ടോഗ്രാഫറോട് അദ്ദേഹം ചോദിക്കുന്നു. നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഒപ്റ്റിക്കലായിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്നുണ്ട്, പക്ഷേ അതിന്റെ രസപടം നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഇതിന്റെ സത്ത മനുഷ്യാണം, മനുഷ്യത്വം, ജാതി ഒരൊറ്റ ജാതിയാണ്. കാരണം ഒരേ രീതിയിൽ ഒന്നിച്ച് പുണർന്ന് പെറുന്നതെല്ലാം ഒരിനം എന്നുള്ള രീതിയിൽ ഒരു സ്പീഷീസ് ആയിട്ടാണ് അദ്ദേഹം അതിനെ നിർണയിച്ചത്. അത് തന്നെയാണ് 25 ഇവിടെ വന്നതിന് ശേഷമാണ്. ആ കന്യാകുമാരി അമ്പലത്തിലേക്ക് പോകുന്നതിന്റെ ഇടയ്ക്കാണ് വർക്കലയിൽ വെച്ച് നമ്മുടെ സ്വർണ്ണജാഥ പോയതുപോലെയാണ്. വർക്കലയിൽ പോയി 3 വർഷം പിന്നെ ഗുരുവിനെ വട്ടം ചുറ്റി പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചിട്ടൊക്കെയാണ് പോയത്. പക്ഷെ അതൊരു വലിയ നുണയായിരുന്നു. ഈ സവർണജാഥ എന്ന് പറയുന്നത് ഈ ഹിന്ദുമതം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ഭീകരമായ നുണയായിരുന്നു. കാരണം ചുളുവിൽ ബഹുജനങ്ങളുടെ ഒരു പോരാട്ടം സഫലമാകുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ച് മാറ്റുക, ഞങ്ങളും പുരോഗമനകാരികളാണല്ലോ എന്ന് വരുത്തുക, അതായിരുന്നു യഥാർത്ഥത്തിൽ അതിന്റെ ഉദ്ദേശം. കാരണം ആ ബഹുജനങ്ങളുടെ ചെലവിലാണ് നടന്നത്. കേരളത്തിൽ ഇവിടെ മുതൽ അങ്ങ് നഞ്ചിനാട്ടിൽ വരെ, ശുചീന്ദ്രം വരെയൊക്കെ ചെല്ലുമ്പോൾ, അവിടുന്ന് എമ്പെരുമാൾ നായിഡുവിന്റെ ഒരു സംഭവം ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ, തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ ഇതിന് ചെലവ് മുഴുവൻ വഹിച്ചതാരാണ്? ഈ പറഞ്ഞതുപോലെ പിരിവെടുത്ത്, അവിടെ വെച്ച് പിരിവെടുത്ത് അല്ലെങ്കിൽ പിടിയേരി പിടിച്ച്. ഗുരു അവിടെ പോലും ഒരു പിടിയേരി, ഒരു ഉണ്ടിയ വെച്ചിരിക്കുകയായിരുന്നു. ഇവിടെ ഈ സത്യാഗ്രഹ ക്യാമ്പിലേക്ക് അന്നദാനങ്ങൾ കൊടുക്കാനും പൈസ കൊടുക്കാനും അന്ന് വന്നപ്പോ 1001 രൂപയാണ് അദ്ദേഹം തന്റെ ഈ വെല്ലൂർ മഠം സത്യാഗ്രഹികൾക്ക് പരിപൂർണമായും വിട്ടുകൊടുത്തു. അങ്ങോട്ട് പോയപ്പോഴാണല്ലോ അദ്ദേഹത്തെ തടഞ്ഞത്. ഇവിടെ വെച്ചാണല്ലോ ആ റിക്ഷാ വണ്ടിയിൽ നിറക്കിയത്. മൂലൂര് 2 കവിതയാണ് എഴുതിയിരിക്കുന്നത്. വേമ്പനാട്ട് കായലിനെ കുറിച്ചടക്കം. വേമ്പനാട്ട് കായലിൽ മുങ്ങി മരിക്കുവാൻ പോലും ഇപ്പൊ പറഞ്ഞു ഒരു പട്ടം ചാടിച്ചൊത്തു. വേമ്പനാട്ട് കായലിൽ മുങ്ങി മരിക്കുവാൻ പോലും ഇണ്ടം തുരുത്തിതൻ ചീട്ട് കിട്ടണം പോലും എന്നാണ് മൂലൂര് അതിൽ എഴുതിയിരിക്കുന്നത്. സാഹോദര്യം, കരപ്പുറം സഹോദര സംഘത്തിന് വേണ്ടി എഴുതി കൊടുത്ത ഒരു കവിതയാണ്. 1924 ഈ പോരാട്ടത്തിന്റെ വേദിയിൽ മനുഷ്യനെ ഇതുപോലെ മൃഗീയമായി പീഡിപ്പിച്ചുകൊണ്ട്, മനുഷ്യനെ ഇതുപോലെ അടിച്ചു കൊല്ലുമ്പോൾ, കണ്ണിൽ ചുണ്ണാമ്പെഴുതിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ, ഇവിടെ ആമചാടിത്തവന്റെ കാര്യം പറഞ്ഞു എറിയുകയായിരുന്നു, കൊലാഞ്ഞലിൽ മുക്കി അങ്ങ് എറിയുകയായിരുന്നു തീണ്ടലായതുകൊണ്ട്. മറ്റേ ഇളയതിനെ പിടിച്ച് അവിടെ കിടത്തിയിട്ട് നേരിട്ട് കണ്ണിൽ എഴുതി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാഴ്ച പരിപൂർണമായും പോയി. ആമയാടിത്തവന്റെ ഏതാണ്ട് അദ്ദേഹം പിന്നീട് ഭാഗികമായി ഗുരു അടക്കം പല മരുന്നുകൾ, ഒറ്റമൂലികളൊക്കെ പർപ്പട പുല്ലിൽ മുലപ്പാലടക്കം ചാലിച്ചു കൊടുത്ത് ഏതാണ്ട് അദ്ദേഹത്തിന് പിന്നീട് അത് തെളിഞ്ഞു കിട്ടുകയുണ്ടായി. അപ്പൊ ഇത്രയും ഭീകരതയുടെ, മനുഷ്യവിരുദ്ധതയുടെ ഒരു പേരാണ്, ഏറ്റവും വലിയ ഹിംസാത്മകമായ ഒരു ഭീകര നുണയാണ് ഈ ഹിന്ദുമതം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മതം തന്നെ ഇല്ലല്ലോ. RSSകാരൻ ഇവിടെ ഇത് ഉണ്ടാക്കുമ്പോൾ 1925 ഇതിന് തൊട്ട് ശേഷമാണ്. അന്ന് അപ്പോഴും പോരാട്ടം ഇവിടെ കഴിഞ്ഞിട്ടില്ല. പോരാട്ടം അന്ന് ഈ പറഞ്ഞ നമ്മുടെ മേനോനടക്കം ഇവിടുന്ന് വിട്ടുപോയി, മലേഷ്യയിലേക്ക് പോയി, അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് പോയി. നോക്കണേ, താൻ തുടക്കം കുറിച്ച ഒരു പോരാട്ടം ഇവിടെ മനുഷ്യൻ വെയിലത്ത് കിടക്കാണ്. ആടുമാടികളെ പോലെ വെയിലത്ത് കിടന്ന്, പട്ടിണിക്ക് കിടന്ന്, ഈ മഞ്ഞും മഴയും വെയിലും കൊണ്ട് അടികൊള്ളുമ്പോൾ മലേഷ്യയിലെ തന്റെ റബ്ബർ ബിസിനസ് സാമ്രാജ്യത്തിലേക്കാണ് മിസ്റ്റർ മേനോൻ പോയത്. അപ്പൊ അദ്ദേഹമാണോ ഇതിന്റെ? അത് മറ്റൊരു വലിയ നുണയാണ്. സവർണജാഥ പോലെ തന്നെ മറ്റൊരു ഹിന്ദുമതം പോലെ തന്നെ മറ്റൊരു വലിയ നുണയാണ് ഇത്. നമ്മുടെ സവർണരിലെ ഉദാരർ അവർ നയിച്ചതും അവരുടെ കൂടെ താല്പര്യത്തോടുകൂടി നടന്നതാണ്, അല്ലെങ്കിൽ അവരുടെ കൂടി വലിയ കോൺട്രിബ്യൂഷൻസ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ വരുത്തി തീർത്തതാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ വ്യാഖ്യാനങ്ങളിലൂടെ, മാധ്യമ വ്യാഖ്യാനങ്ങളിലൂടെ, പുസ്തക രചനകളിലൂടെ, വ്യവസ്ഥാപിത ചരിത്ര നിർമ്മിതികളിലൂടെ, അധീശ ഹൈന്ദവ ജാതി ഹിന്ദു സവർണ പൊതുബോധത്തിന്റെ നിർമ്മിതിയിലൂടെ അതിന്റെ ഭാഗമായി നടന്നതാണ്.
അവസാനം ഈ പത്തല്, ഈ പറയുന്ന വെട്ടി നിരത്തിയിടുക, ഈ പത്തലുകൾ എന്ന് ചിദംബരം പിള്ളയ്ക്കുള്ള കത്തും മറുപടിയും അതിലും മൂലൂർ പറയുന്നുണ്ട്. വെട്ടി നിരത്തിയിടുക, മനുഷ്യന്റെ പുരോഗതിയെ തടയുന്ന ഏത് പത്തൽ, ഇണ്ടതുരുത്തിയല്ല അവന്റെ അപ്പനാണെങ്കിലും, ഇവിടെ ഇരിക്കുന്ന ഒരു അപ്പനാണല്ലോ, വൈക്കത്തെ അപ്പനാണല്ലോ. എങ്ങനെയാണ് അപ്പനുണ്ടാകുന്നത്? തക്കത്തിൽ സംഭവിച്ചാൻ ഹരിഹരസുതനാം അയ്യപ്പനാം അപ്പനേവം ശക്തിക്കാസ്ഥാനമായി ശബരിമലയിഴും സ്വാമിയാരെ തൊഴുന്നേൻ എന്നാണ് അയ്യപ്പ സ്തോത്ര പഞ്ചകത്തിൽ മൂലൂര് മറ്റൊരു തരത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ അയ്യപ്പനും അപ്പനും ഒക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം ബൗദ്ധമായിരുന്നു. 16-ാം നൂറ്റാണ്ടിന്റെ അപ്പൻ എന്ന വാക്ക് തന്നെ പാലിയിൽ ബുദ്ധന്റെ വാക്കാണ്. ബുദ്ധൻ അവസാനം മരണസമയത്ത് തന്റെ ശിഷ്യരായ ആനന്ദനോടും മറ്റും പറഞ്ഞതാണ് അപ്പദീപോ ഭവ, അത്തദീപോ ഭവ എന്നും വ്യാഖ്യാനിക്കാം. പാലിയിലാണ്. അപ്പ എന്ന് പറഞ്ഞാൽ ആപ്പ് എന്നല്ല, ഇപ്പൊ ഹിന്ദിയിൽ അത് കിടക്കുകയാണ്. തമിഴകത്ത് അപ്പനുണ്ടായത് അങ്ങനെയാണ്, പാലിയുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ്. ദഖിനി പ്രാകൃതവുമായിട്ടുള്ള ദഖിനി പാലി വഴക്കത്തിൽ നിന്നാണ് തമിഴകത്ത് പ്രാചീന തമിഴ് ഭാഷയിൽ തന്നെ ഏതാണ്ട് ബുദ്ധന്റെ കാലമായ BC 5-6 നൂറ്റാണ്ടുകളിൽ, ക്രിസ്തുവിന് ഏതാണ്ട് 600 വർഷം മുമ്പ് അപ്പൻ എന്ന വാക്ക് തമിഴകത്ത് വരുന്നത് എങ്ങനെയാണ്? ഈ ബുദ്ധവചനത്തിൽ നിന്നാണ് അത് വരുന്നത്. ഭാഷയുടെ പ്രാകൃതത്തിന്റെ ഒക്കെ തന്നെ പാലിയുടെ ഗ്രാമർ അടക്കം നിർണയിച്ചിരിക്കുന്നത് ബുദ്ധന്റെ ചിന്തയാണ്. അദ്ദേഹത്തിന്റെ ലോകോത്തരമായ അനിത്യവാദം, സമുദയവാദം, ഗുരുവിന്റെ സമുദായം, മൈത്രി ചിന്ത, സാഹോദര്യം. സഹോദരൻ അയ്യപ്പൻ തന്നെ അതിന്റെ ഒരു മനുഷ്യരൂപമായിരുന്നു. പുലയൻ അയ്യപ്പൻ എന്ന് പറയുന്ന ആ പുലയൻ മറ്റീരും പുലയൻ കുഞ്ഞമ്പൂവും പുലയൻ അയ്യപ്പനും കൂടിയാണല്ലോ ചെറിയ ചലനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത്. അപ്പൊ ആ സാഹോദര്യത്തിന്റെ തത്വചിന്ത ബുദ്ധനിൽ ആരംഭിക്കുന്ന മൈത്രി, മുദിത്വ, ഉപേക്ഷ, പ്രജ്ഞ, കരുണ എന്നീ പറയുന്ന ആശയലോകത്തു നിന്നാണ്. ഗുരു അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് സമുദായത്തെയും സാഹോദര്യത്തെയും സ്വീകരിച്ചിരിക്കുന്നത്. സഹോദരൻ ഏറ്റവും അധികം അതിനെക്കുറിച്ചാണ്. എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്, ഇത് ഓർക്കുകിൽ നാം എന്ന് ഗുരു അതുകൊണ്ട് തന്നെ എഴുതുന്നു. ആ ഗുരു തന്നെയാണ് അടുത്ത വാക്യത്തിൽ എഴുതിയത് എന്താണ്? കൊല്ലുന്നവനില്ല ശരണ്യത. കൊലപാതകി എങ്ങനെ ഒരു നേതാവും രാജാവും ദൈവവുമാകും? മനുഷ്യൻ പോലും ആകുന്നില്ല. മൃഗത്തെക്കാൾ മോശപ്പെട്ട അവസ്ഥയിലാണ്. മൃഗത്തിന് തുല്യം. മൃഗങ്ങൾക്ക് പോലും അത് നാണക്കേടാണ്. ആ രീതിയിലല്ല ഗുരു പറഞ്ഞത്. ഒരു ഹിംസ്ര മൃഗത്തെക്കാളും ഭീകരമായ അവസ്ഥയിലാണ് അവന്റെ അവസ്ഥ എന്നാണ് പറയുന്നത്. കൊല്ലുന്നവനെ, അതും അക്ഷരം പഠിക്കുന്നവനെ കൊല്ലുക, ശൂദ്രൻ എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ ജാതിയും വർണ്ണവും. ആ നിരക്ഷരനായ ബ്രാഹ്മണൻ കന്യാകുമാരി അമ്പലത്തിൽ വെച്ച് ഗാന്ധിയോട് പറഞ്ഞതുപോലെ, ഗാന്ധിജി നിങ്ങൾ വലിയ നേതാവായിരിക്കാം, പക്ഷേ നിങ്ങൾ നിരക്ഷരനായ എനിക്കറിയാം നിങ്ങളുടെ ജാതിയും മതവും നിങ്ങളുടെ വർണ്ണം പോലും എനിക്കറിയാം, ഉപജാതിയും വർണ്ണവും എനിക്കറിയാം, നിങ്ങളൊരു വൈശ്യനാണ്. ആ മോദ്ഗഞ്ചി എന്ന് പറയുന്ന ആ സമുദായം, നമ്മുടെ പ്രധാനമന്ത്രിയുടെ സമുദായം, അതിനെക്കുറിച്ച് പറയരുത്, ആരും മിണ്ടരുത്, പ്രശ്നത്തിലേക്കാകും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഇപ്പോൾ ആ വൈശ്യവർണ്ണത്തെ OBC ആക്കി. വാജപേയ മഹാബ്രാഹ്മണന്റെ കാലത്ത് ആ ഹിന്ദു ബോംബും പൊട്ടിച്ച് ബുദ്ധൻ ചിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഇപ്പുറത്തുകൂടി ആ വൈശ്യവർണ്ണത്തെ എടുത്ത് OBCയിലേക്ക് കടത്തി വെച്ചു. ഇപ്പൊ പിന്നീട് എന്താ സംഭവിച്ചത്? അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കി. ഗുജറാത്തിൽ നിന്ന് അങ്ങ് കൊണ്ടുപോയി. ആ ഭീകരമായ നരവേദത്തിന് ശേഷം അങ്ങോട്ട് കൊണ്ടുപോയി പ്രധാനമന്ത്രിയുമാക്കിയിട്ട് പറയാണ് OBC കഥ. രാജ്യത്തിന്റെ ബാബാ സാഹിബിന്റെ അടക്കം നമ്മുടെ വിഷണറി ഫോർഫാദേഴ്സിന്റെ സ്വപ്നം ഇതാ സഫലമായി. ഇപ്പോ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ മർമുവാണ് ഒരു ഷെഡ്യൂൾ ട്രൈബായിട്ടുള്ള ഗോത്രവർഗക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ആകാശവാണിയിലൂടെ അതിനെ ന്യായീകരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ സ്വപ്ന സഫലീകരണമാണ്, ഇന്ത്യൻ ജനതയുടെ സാമൂഹ്യ ഭാവന ഇതാ സഫലീകരിക്കപ്പെടുന്നു എന്ന മട്ടിൽ ആകാശവാണിയിലൂടെ ഒരു ഗോത്ര വനിതയെ കൊണ്ട് തന്നെ അതിനെ സാധൂകരിക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ്. വൈശ്യവർണ്ണത്തിലുള്ള ഒരുത്തനെ OBCയിൽ പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതർ ബാക്ക്വേർഡ് ക്ലാസസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, പ്രാതിനിധ്യമില്ലാത്ത ജനസമുദായങ്ങളിൽ പെടുന്നവരാണ്. അവർക്ക് പ്രാതിനിധ്യം കൂടുതൽ വേണ്ടവരാണ്. വൈശ്യവർണ്ണത്തിൽപ്പെട്ട ഗാന്ധിജിയുടെ സമുദായത്തിൽപ്പെട്ട ഒരുത്തനെ, ഒരു മോദ്ഗഞ്ചിയെ അതിനകത്തേക്ക് കയറ്റി അവനെ പ്രധാനമന്ത്രിയാക്കി OBC ആക്കി വെച്ചുകൊണ്ട് ന്യായീകരിക്കും. അപ്പൊ അവിടെയാണ് ഗുരുവിന്റെ ആ 100 വർഷം മുമ്പ് 1913-14 എഴുതിയ ജീവകാരുണ്യ പഞ്ചകത്തിലെ ആ വാക്യം, കൊല്ലുന്നവനില്ല ശരണ്യത, മൃഗത്തിനു തുല്യനവൻ, കൊല്ലായികിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായെങ്കിൽ മൃഗത്തിനു തുല്യനവൻ എന്ന വാക്ക് ഇവിടെ മാറ്റലിക്കൊള്ളുന്നു. അപ്പൊ അദ്ദേഹം തന്നെയാണ് ഇത് ഭാവന ചെയ്തത്. ഈ പോരാട്ടത്തിന്റെ ഭാവന ആസൂത്രണം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ ചെയ്തു. TK മാധവനും സത്യബോധ സ്വാമിയും അടക്കം
ഇവിടെ വന്നത് ചെയ്തു. കാരണം എന്താണ്? ഗുരുവിന് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. എങ്ങനെ അത് വന്നു? അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടാണോ? അല്ല. 1904 കാലത്താണ് ഇവിടെ ആ പേഷ്കാര് ചങ്ങരമേനോൻ, കോട്ടയം KP ചങ്ങരമേനോൻ ഇവിടെ കൊണ്ടുവന്ന ആ തീണ്ടൽപ്പലകയുണ്ട്. അതുവരെ ഇവിടെ തീണ്ടൽപ്പലകയില്ലായിരുന്നു. തിരുനക്കര കൊണ്ട് സ്ഥാപിച്ചു. അത് 4 ദിവസത്തിനുള്ളിൽ അവിടുത്തെ അവർണ യുവാക്കൾ അടിച്ചെടുത്ത് അവിടുത്തെ മിനിച്ചിലാറ്റിലോ എവിടെയാണെന്നറിയില്ല, കൊടൂരാറ്റിലോ താഴ്ത്തിക്കളഞ്ഞു. ഇവിടെ ഇത് നിൽക്കുകയാണ്. കാരണം ഇണ്ടന്തുരുത്തി നമ്പ്യാതിരിയുടെ സാമന്ത ക്ഷത്രിയനും കൂടിയാണ്, ബ്രാഹ്മണൻ മാത്രമല്ല, ബ്രാഹ്മണ്യത്തിലും മൂത്ത് ക്ഷത്രിയത്വത്തിലേക്ക് കടക്കുന്ന സാമന്ത ക്ഷത്രിയ പദവിയുള്ള നമ്പ്യാതിരിയുടെ ആ കോട്ടകൊത്തളങ്ങൾ ഇവിടെ നിൽക്കുകയാണ്, വടക്കങ്കൂറിന്റെ അടക്കം. അപ്പൊ 1812 ഇവിടെ മെക്കോളെ സാഹിബ് തന്നെ നമ്മൾ അന്തരിച്ച ആ ബഹുജന ചരിത്രകാരനായിട്ടുള്ള നമ്മുടെ NK ജോസ് സാറിനെ നാം ഇവിടെയൊക്കെ വണങ്ങേണ്ടതുണ്ട്, ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹമാണ് അതിനെ കുറിച്ചൊക്കെ എഴുതിയത്. ഈ ദളവാക്കുളം ചരിത്രത്തിൽ ഇങ്ങനെയുള്ള മുലച്ചിപ്പറമ്പ് 1803 ഈ പറയുന്ന സാമൂഹ്യ പ്രക്ഷോഭങ്ങളുടെയൊക്കെ ഏതാണ്ട് കാരണഭൂതയായിരിക്കുന്ന ചേർത്തലയിലെ നങ്ങേലി എന്ന ധീര വനിത നടത്തിയ തിരുവിതാംകൂറിലെ മുലക്കരത്തിനെതിരായ പ്രതിഷേധം 1820-കൾ 30-കളായപ്പോഴാണ് ശകുന്തളാദേവി, നീതി അടിയാൾ, യേശു അടിയാൾ അവരുടെയൊക്കെ രക്തസാക്ഷിത്വം നാഞ്ചിനാട്ടിൽ നാടാർ സ്ത്രീകളുടെ പോരാട്ടത്തിന്റെ മാറുമറയ്ക്കൽ മേൽശീല കലാപത്തിന് അതിന്റെ 200-ാം വാർഷികമാണ്. അതിനു മുമ്പ് 1803 ഈ പറയുന്ന ചേർത്തല നങ്ങേലിയുടെ വലിയ രക്തസാക്ഷിത്വം നടന്നു. ഇപ്പോഴും അവരുടെ കൊച്ചുമക്കൾ അവിടെ ജീവിക്കുകയാണ്, ചേർത്തല ടൗണിനടുത്ത് തന്നെ. കൊച്ചുമകളുമായി നാം സംഭാഷണം നടത്തി, രേഖകൾ യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പൊ ആ രീതിയിലുള്ള വലിയ പോരാട്ടങ്ങളെ 1803 നങ്ങേലിയുടെ രക്തസാക്ഷിത്വം, അതിനുശേഷം നടന്ന 1806 ഈ പറഞ്ഞ കരിപ്പണിക്കരും കുന്നേൽ ചേന്നിയുടെ ഒക്കെ ഭവനങ്ങൾ തന്നെ ഇപ്പോൾ നിൽക്കുകയാണ്. പുതിയ വീട് മാറി എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ നമുക്കറിയാം വടയാർ വന്നിരുന്നുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ആ പച്ചക്കണ്ണ് എന്ന് പറയുന്ന മുസ്ലിം വ്യാപാരിയിൽ നിന്ന് എനിക്ക് അവിടെ ഒരു 3 ഏക്കറോളം ഞാൻ എഴുതി വാങ്ങിക്കുകയാണ്. എന്തിനാണ്? അതുകൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ട്. 1910-കളുടെ അന്ത്യത്തിൽ വടയാറിൽ വന്നിരുന്നുകൊണ്ട് ഗുരു പറയുകയാണ്, എനിക്ക് അവിടെ ആ വെല്ലൂർ മഠം, വെല്ലൂർ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ വല്ലം ഇരിക്കുന്ന ഊരാണ് വെല്ലൂർ, അല്ലെങ്കിൽ വെല്ലൂർ എന്നിപ്പോ പറയുന്നത്. എന്താണത്? വല്ലം വലിയ ഇല്ലമാണ്. ഇതെല്ലാം ബൗദ്ധ മൊണാസ്ട്രികളായിരുന്നു. ഇവിടെയാണ് വലിയൊരു മൊണാസ്ട്രിയും ഒരു കാവും, സംഘാരാമം, കന്യകാവ്, ഇപ്പൊ കാലാക്കൽ കാവ്, അകത്താണ് പനച്ചിക്കൽ കാവ്. ഇതെല്ലാം ഒരു വലിയ സംഘാരാമങ്ങളുടെ തുടർച്ചകളായിരുന്നു, ബൗദ്ധമായ സംഘാരാമങ്ങൾ. നമ്മുടെ NK ജോസ് സാറ് തന്നെയാണ് മലയാളത്തിൽ അത് ആദ്യമായി എഴുതിയത്. അദ്ദേഹം സൈറ്റ് ചെയ്തതാകട്ടെ അമേരിക്കൻ വനിതയായിട്ടുള്ള കലാചരിത്രകാരിയും വാസ്തുശില്പ വിദഗ്ധയുമായിട്ടുള്ള സ്റ്റെല്ല ക്രാംറിച്ച് എന്ന് പറയുന്ന പോളിഷ് അമേരിക്കൻ ആ ഒരു വനിത, അവരിവിടെ വന്ന് നടത്തിയ 10-20 വർഷം ഇതിലിവിടെയൊക്കെ കിടന്ന് പരിശ്രമിച്ച് ഫോട്ടോഗ്രാഫുകളും എപ്പിഗ്രാഫുകളും ഒക്കെ പരിശോധിച്ച് നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ദ്രാവിഡ ഇൻ ദി ആർക്കിടെക്ചർ ഓഫ് കേരള എന്ന് പറയുന്ന ആ പുസ്തകം, ദ ഹിന്ദു ടെമ്പിൾ എന്നൊക്കെ പറയുന്ന പുസ്തകം. ഇതിനകത്താണ് പരാമർശം വന്നിരിക്കുന്നത് 1539 മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 16-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ മാത്രമാണ്, എഴുത്തച്ഛനൊക്കെ ശേഷം, പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം മാത്രമാണ് ഈ അമ്പലം അതൊരു ഹൈന്ദവമായ ബ്രാഹ്മണിക ശൈവ ക്ഷേത്രമാക്കി പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് എന്നുള്ളത്. അതിനു മുമ്പ് അമ്പലമുണ്ട്, അമ്പലമാണുള്ളത്, അൻപിന്റെ അളമാണ്. അരുൾ അൻപ് അനുകമ്പ എന്ന് ഗുരു പറയുന്ന അൻപ്, തിരുവള്ളുവരുടെ അൻപ് എന്ന് പറയുന്നതാണ് കമ്പാഷൻ. പിന്നെയും ബുദ്ധനിലേക്കാണ് അത് പോകുന്നത്. ബുദ്ധനിൽ നിൽക്കില്ല, അത് പൂർവ്വബുദ്ധന്മാരിലേക്ക്, ആ സൈന്ധവ നാഗരികതയിൽ ഇരിക്കുന്ന ആ പൂർവ്വബുദ്ധന്മാരിലേക്ക് തന്നെ അത് പോകും. അത്രയും ഞാൻ സൂചിപ്പിച്ചത് ആ 6000 അല്ലെങ്കിൽ 8000 വർഷത്തിന്റെ ബഹുജന ശ്രമണ പാരമ്പര്യമാണ് നമ്മുടെ ബഹുജനങ്ങൾക്കുള്ളത്. അപ്പൊ ആ ഒരു വലിയ അൻപിന്റെ ആലയമായിരുന്ന, അൻപിന്റെ അളമായ, ദ്രാവിഡ വാക്കാണ്, സംസ്കൃതത്തിൽ നല്ല, സംസ്കൃത പദമല്ല അമ്പലം എന്ന് പറയുന്നത്. കാവാണെങ്കിലും അൻപലമാണെങ്കിലും ഒക്കെ തന്നെ ദ്രാവിഡ മൂലപദങ്ങളാണ്. ദക്ഷിണേന്ത്യയിൽ ദക്ഷിണി പാലിയിൽ നിന്നും തമിഴിൽ നിന്നും ഉണ്ടായിട്ടുള്ള പദങ്ങളാണ്. അപ്പൊ 1539 വരെ ബൗദ്ധമായിരുന്ന ഒരു പെരുമ്പള്ളി ആ 16-ാം നൂറ്റാണ്ടിൽ ഏതാണ്ട് മഹായാന ശൈലിയിലായിരുന്ന, മഹായാന ശൈലി തന്നെ ഒരു ബ്രാഹ്മണികമായ ഒരു വ്യതിചലനമാണ്. ബുദ്ധന്റെ അടിസ്ഥാന ആശയത്തെ അശോകൻ ബുദ്ധവാദം അല്ലെങ്കിൽ തേരവാദം, ആദിമ ബുദ്ധിസത്തെ തേരവാദം എന്ന് പറയുന്നു.
പിന്നീട് മഹാബ്രാഹ്മണനായിരുന്ന നാഗാർജുനനൊക്കെ സംഘത്തിലേക്ക് വന്നപ്പോഴാണ് ബുദ്ധന് ശേഷം ഏതാണ്ട് 600-700 കൊല്ലങ്ങൾക്ക് ശേഷം CE 1-2 നൂറ്റാണ്ടിലാണ് നാഗാർജുനാചാര്യരുടെ, നമ്മുടെ ആന്ധ്രത്തുകാരനാണ്, അദ്ദേഹത്തിന്റെ മാതാവ് നാഗവംശജനാണ്, പക്ഷെ പിതാവ് ബ്രാഹ്മണനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ബ്രാഹ്മണിക പാരമ്പര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ മുഖ്യമായിട്ടുണ്ടായത്. പക്ഷെ അദ്ദേഹം ബുദ്ധിസത്തിലേക്ക് എങ്ങനെയോ ഈ നാഗപാരമ്പര്യത്തിലൂടെ ആവാം, ആ ബഹുജന പാരമ്പര്യത്തിലൂടെ അദ്ദേഹം ബുദ്ധിസത്തിലേക്ക് വന്ന് വലിയ ഫിലോസഫറായി, 2ാം ബുദ്ധൻ എന്നൊക്കെ വലിയ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഈ ബ്രാഹ്മണ്യത്തിന്റെ വേദാന്തവാദം, അതിഭൗതികവാദം അതിലേക്ക് കലർന്നിട്ട് ആ ബ്രഹ്മവാദം വന്നിട്ടാണ് ഇതിനെ ഗൂഢവൽക്കരിക്കുന്ന, മായികവൽക്കരിക്കുന്ന, മിസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ചിന്ത അദ്ദേഹം തുടങ്ങി. അതാണ് മാധ്യമിക സ്കൂൾ മഹായാനം എന്ന് പറയുന്നത്. മൂലമാധ്യമിക കാരിക എഴുതിക്കൊണ്ട് അദ്ദേഹം അത് ചെയ്തു. അദ്ദേഹത്തിന്റെ അനുയായികൾ എന്നല്ലാതെ അദ്ദേഹത്തെ വായിച്ചിട്ടുള്ള ചില ബ്രാഹ്മണ വേദാന്ത പണ്ഡിതർ പിന്നീട്, അത് CE 1-2 നൂറ്റാണ്ടിലാണ് നാഗാർജുനൻ. പിന്നീട് വന്നിട്ടുള്ള ഗൗഡപാദര്, ശങ്കരൻ തന്റെ പരമഗുരുവായി അംഗീകരിക്കുന്ന ഗൗഡപാദര് മാണ്ഡുക്യ കാരികയുടെ, മാണ്ഡുക്യ ഉപനിഷത്തിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ശൂന്യവാദം സ്വീകരിച്ചു. ബുദ്ധന്റെ അനിത്യവാദത്തെയാണ് ഇദ്ദേഹം ശൂന്യവാദമാക്കിയത് നാഗാർജുനൻ. ആ ശൂന്യവാദത്തെയാണ് നമ്മുടെ മാണ്ഡൂക്യ കാരികാരനായിട്ടുള്ള ഗൗഡപാദരെടുത്ത് വിളയാടിയത്. ആ ഗൗഡപാദരെ പരമഗുരുവായി അംഗീകരിക്കുന്ന നമ്മുടെ ശങ്കരൻ 9-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് ഇതിനെ എടുത്ത് അദ്വൈതം എന്നങ്ങ് വ്യാഖ്യാനിച്ച് അടിച്ചു മാറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ യാഥാസ്ഥിതിക വൈദിക ബ്രാഹ്മണർ ശങ്കരനെ അംഗീകരിക്കില്ല. അവര് തന്നെ ഇദ്ദേഹത്തെ വിളിക്കുന്നത് എന്താണ്? പ്രച്ഛന്ന ബുദ്ധൻ. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് പറഞ്ഞ എന്താണ്? തലയിൽ തുണിയിട്ട് വേഷം മാറി നടക്കുന്ന ബുദ്ധൻ. ബുദ്ധിസം തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് അഭേദ ചിന്ത, മനുഷ്യരെല്ലാം ഒന്നാണെന്നും തുല്യരാണെന്നുമുള്ള അഭേദ ചിന്ത, അനിത്യവാദം തന്നെയാണ്, അഭേദവാദം, സമുദയവാദം തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ കുറച്ച് മാറ്റിയ ശൈലിയിൽ അതിനെ വൈദിക വേദാന്തവുമായിട്ട്, ആത്മവാദവുമായിട്ട്, ആത്മത്തിന്റെ ഈ ബ്രഹ്മത്തിന്റെ പരമസത്യം എന്ന് പറയുന്ന ബ്രഹ്മസത്യം, ജഗത്മിഥ്യ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കോർ ഫിലോസഫിയുമായി ബന്ധിപ്പിച്ചാണ് ഈ സാധനം പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിനെ അടിച്ചു മാറ്റിയത്. തത്വചിന്തയിൽ നടത്തിയ ഇതേ മാറ്റം തന്നെയാണ് ആരാധനാലയങ്ങളിലും ദേവാലയങ്ങളിലും സംസ്കാരത്തിലും മറ്റെഴുന്നള്ളിപ്പുകളിലും ഉത്സവങ്ങളിലും സാംസ്കാരികമായ എല്ലാ മേഖലകളിലും, സംഗീത, സാഹിത്യ, നൃത്ത, നാട്യ, തിയേറ്റർ അടക്കമുള്ള കലകളിലടക്കം, ഭാഷയിലടക്കം ഇത്തരം കലർപ്പ് കൊണ്ടുവന്നുകൊണ്ടാണ് ഇതിനെ വീണ്ടും ബ്രഹ്മവാദത്തിലേക്ക്, ആത്മത്തിന്റെ ആ സാമ്രാജ്യത്വത്തിലേക്ക്, ആ അദ്വൈതത്തിന്റെ ശാങ്കരാദ്വൈതത്തിലേക്ക് ബുദ്ധന്റെ അനിത്യവാദത്തെ നാഗാർജുനന്റെ ശൂന്യവാദത്തിലൂടെയും ഗൗഡപാദരുടെ വേദാന്ത ചിന്തയിലൂടെയും പിടിച്ചു മാറ്റി, ഇങ്ങനെ മാറ്റിമറിച്ച് തനിക്കാക്കി വെടക്കാക്കി എടുക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ഇതെല്ലാം. സനാതന ധർമ്മം എന്നുള്ള പ്രയോഗം പോലും ബുദ്ധന്റെ പാലിവചനത്തിൽ നിന്നാണ്. അപ്പനുണ്ടായതുപോലെയാണ്, അപ്പദീപോ ഭവ എന്നത് മാറ്റിയതുപോലെ. അതുപോലെയാണ് ഇത്. എല്ലാം തന്നെ സബ്ബേ സച്ച സുഖി ഹോന്തു എന്ന പാലി സൂക്തത്തെയാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് സംസ്കൃതത്തിലാക്കി വെച്ചു. അതിന് അതിന്റെ മുകളിൽ 2-3 ക്ലോസുകളും കൂടി കൊണ്ടുവന്നു. എന്താണ്? പശു ബ്രാഹ്മണേഭ്യ. ഏഭ്യ എന്ന് കേട്ടാലേ ഉറക്കം വരികയുള്ളൂ. 18 തവണ ഒരു ദിവസം 18 തവണ ഏഭ്യ എന്ന് കേട്ടാലേ നമ്മുടെ സാംസ്കാരിക കുലീനർക്ക് ഉറക്കം വരികയുള്ളൂ. അപ്പൊ പശു ബ്രാഹ്മണേഭ്യ ശുഭവസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ. നോക്കണേ, സബ്ബേ സച്ച സുഖി ഹോന്തു എന്ന ബുദ്ധിസത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന സാധനത്തെ അടിച്ചു മാറ്റിയിട്ട് അതിന്റെ മുകളിൽ എന്തെങ്കിലും ബ്രാഹ്മണന്റെയും പശുവിന്റെയും സൗഖ്യം, അതാണ് പരമം. അതായത് മന്ത്രാധീനം ജഗത് സർവം തത് മന്ത്രം ബ്രാഹ്മണാധീനം ബ്രാഹ്മണോ മമ ദൈവതം എന്ന് പറയുന്ന പോലെയാണല്ലോ. ഈ പ്രപഞ്ചം മുഴുവൻ മന്ത്രത്തിലുണ്ട്. മന്ത്രത്തിന്റെ അധികാരി ബ്രാഹ്മണനായിരിക്കുന്നു. എങ്ങനെയാണ്? അവര് തന്നെ ആക്കുകയാണ്. അതുകൊണ്ട് ബ്രാഹ്മണൻ തന്നെയാണ് നമ്മുടെ കാണപ്പെട്ട ആ ഭൂദേവത. ഒരു മഹീപതി വന്ന് തടഞ്ഞു എന്നാണ് മുഷ്കേറും ഒരു മഹീപതി മൂലൂരിന്റെ പ്രയോഗം. ഇവിടെ അത്രിക്കഴലപ്പോൾ താഴെ വച്ചു താൻ സഞ്ചരിച്ചാൻ. ആ മുനി ഏതാണ്ട് കോടികളുടെ ആശാദീപം എന്നാണ് അദ്ദേഹം ആ ചിദംബരം പിള്ളയ്ക്കുള്ള മറുപടിയിൽ എഴുതിയത്. അപ്പൊ ഇങ്ങനെയുള്ള ബ്രാഹ്മണിസത്തിന്റെ ഈ ഇത് സാധാരണ അയ്യപ്പൻ വളരെ ലളിതമായി പറഞ്ഞു. ദൈവത്തെ പിശാചായും പിശാച ദൈവമായും വർണ്ണിക്കും ബ്രാഹ്മണന്റെ വൈഭവം ഭയങ്കരം. ആ ബ്രാഹ്മണ പക്ഷെ നിർഭാഗ്യകരം എന്ന് പറയാം, കേരളത്തിൽ ഇപ്പോ ജനായത്വം ഇന്ത്യൻ ഭരണഘടന അട്ടിമറിച്ചിരിക്കുന്നത് ബ്രാഹ്മണ്യം നേരിട്ടല്ല, ബ്രാഹ്മണന്റെ
ആ പൈതൃകം അവകാശപ്പെടുന്ന എന്റെ പിതാവാണ് ബ്രാഹ്മണൻ എന്ന് അവകാശപ്പെടുന്ന രണ്ട് ഗ്രൂപ്പുകളാണ്. ഒലിഗാർക്കിയാണ് ഇവിടെ. ബ്രാഹ്മണന്റെ മക്കളാണെന്ന് പറയുന്ന രണ്ട് കൂട്ടരാണ് ഇപ്പോ ഈ ബ്രാഹ്മണിസത്തിന്റെ ഏജന്റുകളായിട്ട് നടന്ന് ശൂദ്ര ലഹള നടത്തി. തീണ്ടാരി ലഹള ഇവിടെ പിന്നെ ഷണ്ണി കോഴിക്കാട് പറഞ്ഞു, പെൺകുട്ടികൾ അങ്ങോട്ടൊന്നും അടുക്കരുത്, പെൺകുട്ടികളുടെ നിഴൽ വീണാൽ ചെടി ഉണങ്ങിപ്പോകും എന്ന് പറഞ്ഞ പോലെയാണ്. പെൺകുട്ടികൾ അങ്ങ് കയറിയാൽ നമ്മുടെ ദൈവത്തിന്റെ ബ്രഹ്മചര്യം അങ്ങ് ഇളകിപ്പോകും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കമ്പ്യൂട്ടർ വിദഗ്ധകളും പ്രൊഫസർമാരടക്കം, അത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, ഞാനടക്കം അതിന്റെ ഭാഗമായതുകൊണ്ട് അത് ഞാൻ അധികം പറയുന്നില്ല, ഞാൻ അടക്കമുള്ളവർ എന്താണ് പ്രവർത്തിച്ചുകൊണ്ട് അവരാണ് തെരുവിലിറങ്ങിയത്. അതായത് യുവതികൾ അങ്ങോട്ട് കയറി ചെന്നാൽ അയ്യപ്പന്റെ ഈ രീതിയിലാണ് അയ്യപ്പനാം അപ്പനേവം തക്കത്തിൽ സംഭവിച്ചാൻ ഹരിഹര സുതനാം അയ്യപ്പനാം അപ്പനേവം. മൂലൂര് 100 വർഷം മുമ്പ് എഴുതി പ്രസിദ്ധീകരിച്ച മലയാളത്തിൽ എഴുതി ഇപ്പോഴും അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുള്ള കവിതയാണ്. ആ അയ്യപ്പന്റെ ബ്രഹ്മചര്യത്തിന് നൈഷ്ഠിക ബ്രഹ്മചര്യത്തിന് പ്രശ്നമാകുന്നു. അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ കുലീനകളായിട്ടുള്ള മലയാളി പറഞ്ഞ പോലെ അസത്യഭാമകളുടെയും മനുസ്മൃതി റാണികളുടെയും ഒക്കെ തന്നെ മക്കളും മരുമക്കളും എല്ലാം കൂടെ തെരുവിലിറങ്ങിയാണല്ലോ 2018 അത് നമ്മുടെ എൻ കെ ജോസ് എഴുതിയതുപോലെ 2019 തന്നെ അദ്ദേഹം ആ പുസ്തകം എഴുതി. അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യേണ്ട, കേരളം ഉള്ളിടത്തോളം സല്യൂട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ് ശൂദ്ര ലഹള. ആ ഒരു ടൈറ്റിൽ മതി. അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ ബുദ്ധനെ പോലെ ഗുരുവിനെ പോലെ നാം എന്നും ഓർക്കേണ്ട ഒരു നാമമാകുന്ന നമ്മുടെ ഒരു ഗുരുനാഥനായി മാറുന്നത് അങ്ങനെയാണ് ശൂദ്ര ലഹള. ശൂദ്രർ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ പറയുന്ന കെട്ടുകഥയായ ബ്രാഹ്മണിക ഹിന്ദുമതത്തെ അതിന്റെ ഏജന്റുകളായിട്ട് ഇവർ നടക്കുകയാണ്. ശൂദ്രര് ഇതിനു വേണ്ടിയാണ് അവരുടെ സമ്മർദ്ദത്തിൽപ്പെടുത്തി ഏതാനും ചണ്ടാളരെയും കൂടി അതിന്റെ കൂടെ പിടിച്ചിരിക്കുക. ഇപ്പൊ ചണ്ടാള വനിതകളും ശൂദ്ര വനിതകളും ഒക്കെ കൂടെ തെരുവിലിറങ്ങിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടന അട്ടിമറിച്ചത്. മണിപ്പിള്ളയാണ് ഈ ജാതിത്തെറിയുടെ പരിപാടി ഇവിടെ തുടങ്ങിയത്. ഈ സമകാലീന സന്ദർഭത്തിൽ 2018 ശൂദ്ര തീണ്ടാരി ലഹളയുടെ പശ്ചാത്തലത്തിൽ മണിപ്പിള്ള ആ പറയുന്ന ശബരിമലയിലെ വിശ്വാസി ലഹളയുടെ 1ാം ലഹളയുടെ പശ്ചാത്തലത്തിലാണ് ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ തന്നെ ജാതിത്തെറി വിളിച്ചു. ഇതുപോലെ റെക്കോർഡിൽ വിളിക്കുകയാണ്, ജാതിത്തെറി വിളിക്കുകയാണ്. അപ്പൊ അത് വലിയ ഭരണഘടനയ്ക്കെതിരായ വലിയ കുറ്റകൃത്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കോണ്ടക്സ്റ്റിൽ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ജാതിത്തെറി, ജാതി അധിക്ഷേപം. ജാതിപരമായ ക്രൈം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അതിനെ ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അതിനെ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അതിന് നിയമം അനുശാസിക്കുന്ന മാതൃകാപരമായ ശിക്ഷ നിയമത്തിന്റെ വഴിക്ക് നടന്നിരുന്നെങ്കിൽ നമ്മുടെ ദേവസ്വം മന്ത്രിക്ക് ഷണ്ണി കവിക്കാട് ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ അടുത്ത കാലത്ത് പോലും അദ്ദേഹത്തെ നിരന്തരം അപമാനിക്കുകയാണ്. പൊതുവേദിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിലെ പണിയാളുകളാണ് ഈ ചെയ്യുന്നത്. ആ ഡിപ്പാർട്ട്മെന്റിലെ തൊഴിലാളികളാണ് അദ്ദേഹത്തെ അപമാനിക്കുകയാണ്. നേരിട്ട് ഒരു മന്ത്രിക്ക്, ദേവസ്വം മന്ത്രിക്ക് പോലും നേരിട്ട് അദ്ദേഹത്തെ സ്പർശിക്കാൻ പാടില്ല. അങ്ങനെ വന്നതിന്റെ പിന്നെ RLVയുടെ കാര്യം ഞാൻ പറയുന്നില്ല. RLV ഇതിനു മുമ്പ് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടതാണ്. ഇപ്പൊ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന യഥാർത്ഥത്തിൽ ഒരു തവണ 1-2 തവണ അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. ഈ ജാത്യാതി അധിക്ഷേപം ആദ്യം നേരിട്ടപ്പോൾ നമുക്കറിയാൻ വലിയ, ഞാനിപ്പോ ഇനി പേര് പറയുന്നില്ല, മണിപ്പിള്ളയുടെ പേര് ഞാൻ പറഞ്ഞു, പൂജാരിയുടെ പേര് ഞാൻ പറഞ്ഞില്ല, മറ്റേ ആളുടെ പേര് ഞാൻ പറയുന്നില്ല. വലിയൊരു മഹാനടി, വലിയ ചലച്ചിത്രകാരിയാണെന്നാണ് പറയുന്നത്. മഹാനടിയാണെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു കക്ഷി ഇതുപോലെ ജാത്യാധിക്ഷേപം ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാരോ കണ്ട് രക്ഷപ്പെടുത്തിയതാണ്. ഒരു 3 വർഷം മുമ്പ് RLV രാമകൃഷ്ണന്റെ കഥയാണ്. അപ്പൊ ഇങ്ങനെ അതിഭീകരമായ ജാതി കുറ്റകൃത്യങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ നിരന്തരമായ തേജോവധങ്ങൾ നടമാടിയിട്ടും അതിനെ ഒന്നും മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ക്ഷമിക്കാവുന്നതല്ല. കാരണം അത് മാനവരാശിക്കും ഇന്ത്യൻ ഭരണഘടനയ്ക്കും നീതിക്കും നിയമവാഴ്ചയ്ക്കും എതിരായ ഏറ്റവും മൃഗീയമായ ഒരു കുറ്റകൃത്യമാണ്. അതിനെ അതിന്റെ വഴിക്ക്, നിയമത്തിന്റെ വഴിക്ക് ശാസിക്കേണ്ടതുണ്ട്, ശിക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പോലും മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കാൻ എത്ര താമസിച്ചു? അതിനു മുമ്പ് തന്നെ അതെടുക്കേണ്ടതില്ല. അപ്പൊ ആ രീതിയിൽ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, ലിംഗത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ ഈ രീതിയിൽ അധിക്ഷേപിക്കപ്പെടുന്ന ഇന്ത്യൻ പൗര സമൂഹത്തെ, അടിസ്ഥാന ബഹുജന കോടികളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിന് ഇപ്പോഴുമുണ്ട്.
അപ്പൊ അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ആ ഭരണഘടനയുടെ സാമൂഹ്യനീതി എന്ന് പറയുന്ന കാതൽ, ജനായത്വത്തിന്റെ അടിസ്ഥാന പ്രക്രിയയെ പ്രാതിനിധ്യം, രാഷ്ട്രീയ പ്രാതിനിധ്യമില്ലാതെ ജനായത്വമില്ല. പ്രാതിനിധ്യത്തിന്റെ രാഷ്ട്രീയത്തെയാണ് ജനായത്വം എന്ന് പറയുന്നത്. അത് സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനെതിരായ നീക്കമാണ് 2018 ഈ ശൂദ്രലഹളയിലൂടെ, പിന്നണിയിലൂടെ കേവലം 5 ദിവസം കൊണ്ട് ഈ കേരള ദേവസ്വം ബോർഡിൽ നടപ്പാക്കി. സാമുദായിക സംവരണം എന്ന് പറയുന്നത് പ്രാതിനിധ്യമില്ലാത്ത ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനുള്ള ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെന്റേഷൻ, അത് ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. പ്രാതിനിധ്യ രാഹിത്യം അനുഭവിക്കുന്നത് അവരെയാണ് പിന്നാക്കർ എന്ന് പറയുന്നത്. പ്രാതിനിധ്യത്തിൽ പിന്നാക്കം എന്നാണ് അതിന്റെ അർത്ഥം, മറ്റൊരു വിഷയത്തിലുമല്ല. അവർക്ക് പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല, അവർക്ക് വേണ്ടിയുള്ളതാണ്. അതിനെ സാമ്പത്തികമായ ദുർവ്യാഖ്യാനം നടത്തി ഉള്ളവനും ഇല്ലാത്തവനും എന്ന് ഈ പറയുന്ന വർഗസമര വായാടിത്തം അടിച്ച് PKS അടക്കമുണ്ടാക്കി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവനെയൊക്കെ വെട്ടി നീക്കി നിശബ്ദരാക്കി അവരെ തേജോവധം ചെയ്തും വ്യക്തിഹത്യ ചെയ്തും ഒക്കെ മാറ്റി അത് വളരെ തരപ്പെടുത്തി കഴിഞ്ഞു. സ്വന്തക്കാർക്ക് കൂടുതൽ അമിതപ്രാതിനിധ്യ കുത്തക ഉറപ്പാക്കുക, അല്ലെങ്കിൽ അമിതാധികാര കുത്തക പെരുപ്പിക്കുക. ദേവസ്വം ബോർഡിന്റെ ഒറ്റ ഉദാഹരണം മതി. അന്ന് 2018 96% ഒരൊറ്റ ജാതി ഹിന്ദുക്കളായിരുന്നു. നമുക്കറിയാം, ഈ ബ്രാഹ്മണന്റെ മക്കളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇവിടെയൊക്കെ ഈ ധാർമ്മിക നിയമപാലനവും സാംസ്കാരിക നിയമപാലനവും നടത്തുന്ന ഈ ഒരൊറ്റ സമുദായക്കാരാണ് അത് ചെയ്തത്. 96% അവർ കുത്തകയാക്കിയിരുന്ന അവിടെ ഈ ഇന്ത്യൻ ഭരണഘടന തകർക്കുന്ന, പ്രാതിനിധ്യ ജനായത്വം തകർക്കുന്ന ഈ സാമ്പത്തിക സംവരണവാദം പറഞ്ഞുകൊണ്ട് അമിതപ്രാതിനിധ്യമുള്ള സവർണർക്ക് വീണ്ടും 10% കൂടെ നേടി എന്ന് പറഞ്ഞാൽ 106% പോവുകയാണ്. സാധ്യമല്ല എന്ന് പറഞ്ഞാൽ 100-നപ്പുറത്തേക്ക് കടക്കുകയാണ്. ആ പെരുംകുത്തക വീണ്ടും ഇരട്ടിപ്പിച്ചു എന്ന് മാത്രം. അത് മാത്രം നാം നോക്കിയാൽ മതി. അപ്പോ ഈ വൈക്കം പോരാട്ടത്തിന്റെ ഏറ്റവും കാതലായ സന്ദേശം ഞാൻ ചുരുക്കുകയാണ്, സമയപരിമിതി ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നത് അതായിരിക്കും നല്ലത്. അപ്പോ ഏറ്റവും കാതലായ സന്ദേശം ഗുരു കൊടുത്ത സന്ദേശമാണ്. മനുഷ്യൻ എന്ന നിലയിൽ എവിടെയും പ്രാതിനിധ്യം, പ്രവേശം ഉറപ്പുവരുത്തുക. മൂടി വച്ചിരിക്കുന്ന ആ പായസം എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പ്രാതിനിധ്യ അവകാശം അതെടുത്ത് യഥേഷ്ടം കുടിക്കുക. വളരെ സമാധാനപരമായി അഹിംസാ മാർഗത്തിൽ പരമാവധി. 25 ഗാന്ധിജി വന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജാതിവിരുദ്ധ പോരാട്ടങ്ങളിൽ പരിപൂർണമായ അഹിംസാ മാർഗം പലപ്പോഴും പ്രായോഗികമല്ല എന്ന് ഗാന്ധിജിക്ക് അറിയാമല്ലോ എന്ന് അങ്ങോട്ട് ചോദിച്ചു. പിന്നീടാണ് ഈ വർണ്ണാശ്രമ ധർമ്മത്തെക്കുറിച്ചുള്ള ഡിബേറ്റ് ഒക്കെ വന്നത്. അപ്പൊ സഹോദരൻ പിന്നെയും കയറി ചോദിച്ചു, ഗാന്ധിജി, താങ്കളുടെ ആ കൃഷ്ണൻ ഉണ്ടല്ലോ, താങ്കളുടെ ശ്രീകൃഷ്ണ പരമാത്മാവ്, വിരാട് പുരുഷൻ, സ്വന്തം അമ്മാവനെ പോലും കൊന്ന ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അതിനും ഗാന്ധിജിക്ക് പ്രത്യേക ഉത്തരങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് ഞാൻ പറഞ്ഞ ഗാന്ധി സന്ദേശം സഹോദരൻ എഴുതി പ്രസിദ്ധീകരിച്ചത്. അപ്പൊ ഈ ചരിത്ര അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇന്ന് ഇന്ത്യൻ ഭരണഘടനയെ, ജനായത്വത്തെ തകർക്കുന്ന ഈ പ്രാതിനിധ്യത്തിനെതിരായിട്ടുള്ള ഭീകരതയെ അതിനെ കൂടി വെല്ലുവിളിച്ചുകൊണ്ട് പ്രാതിനിധ്യത്തിനും ജനായത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടം, അടിസ്ഥാന ദലിത് ബഹുജനങ്ങൾ, എല്ലാ മേഖലകളിലും ന്യൂനപക്ഷങ്ങളും ജനായത്വ വിശ്വാസികളായ എല്ലാ ജനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള നമ്മുടെ സമ്മതിദാനവും നമ്മുടെ രാഷ്ട്രീയ ചാലകത്വവും ഒക്കെ തന്നെ അതിനുവേണ്ടി വളരെ പരിമിതമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ലഭ്യമായ ആ പൗരത്വം അതുപോലും ഭീഷണിയിലാണ്. മനുഷ്യാവകാശങ്ങൾ, ന്യൂനപക്ഷാവകാശങ്ങൾ എല്ലാം ഭീഷണിയിലാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയെ തകർത്താൽ പിന്നെ ഒന്നും നിലനിൽക്കുകയില്ല. ഈ രാഷ്ട്രമോ ജനതയോ ഒന്നും നിലനിൽക്കില്ല. ബാബാ സാഹേബ് അംബേദ്കർ ഉണ്ടാക്കി വെച്ച, അദ്ദേഹം വിഭാവനം ചെയ്ത ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന ആ സ്വപ്നം, ആ ജനായത്ത, സാമൂഹ്യ ജനായത്വത്തിന്റെ, പങ്കാളിത്ത ജനായത്വത്തിന്റെ ആ സ്വപ്നം തകർത്താൽ അതിന്റെ ഒരേ ഒരു രേഖ ഇന്ത്യൻ ഭരണഘടനയാണ്. അതിനെ ഇത്തരത്തിലുള്ള 101-ാം ഭേദഗതി അടക്കമുള്ള കുൽസിതമായ സവർണ സാമ്പത്തിക സംവരണമാകട്ടെ, പുതിയ പോളിസിയായിട്ടുള്ള 2020 NEP എന്ന് പറയുന്ന അതിലും ഭീകരമായ ഹിന്ദു ബോംബ് തന്നെ, വിദ്യാഭ്യാസ സമഗ്ര തലമുറകളെ ഇല്ലാതാക്കുന്ന വലിയ ബോംബ് തന്നെ ഇവിടെ വർഷിച്ച് അതും ഇവിടെയാണ് നടപ്പാക്കുന്നത്, അതും കേരളത്തിലാണ്. ഇവിടെ നടപ്പാക്കി വെല്ലുവിളിച്ചു, അവരിന്നില്ല പലരും. അതാണ് ഇവിടെയും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. 2000 കർണാടക പിൻവലിഞ്ഞ ഒരു പോളിസിയാണ് NEP എന്ന് പറയുന്നത്, ഈ ദേശീയ നവദേശീയ വിദ്യാഭ്യാസ പദ്ധതി. നമുക്കറിയാം, ഹിന്ദുത്വത്തിന്റെ ഏറ്റവും വലിയ വിഷനാണ്, മറ്റൊരു വിഷനാണ്. ഇതിനെക്കുറിച്ചൊന്നും അധികം പറയാൻ സമയമില്ല. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ രാഷ്ട്രീയ നിലപാട് രേഖപ്പെടുത്താനുള്ള, നമ്മുടെ സമ്മതിദാനം വിനിയോഗിക്കാനുള്ള ഒരു അവസരമാണ് ഇത് സമാഗതമായിരിക്കുന്നത് എന്ന് മാത്രം
ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കേരള യുക്തിവാദി സംഘത്തിനും എല്ലാ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നമസ്തേ.